പത്തനംതിട്ടയിൽ ഒരു കടുവ കെണിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. വടശ്ശേരിക്കര എന്ന സ്ഥലത്തിന്റെ പേര് വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ. വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവ ഇപ്പോൾ കെണിയിൽ വീണു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. അത് നേരത്തെ നിരവധി വളർത്തു മൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു ഒടുക്കം ആ കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത്? അതേ സൈഫ്, ഏതാണ്ട് ഒരു മാസക്കാലമായി വടശ്ശേരിക്കര കുമ്പളത്താമണ്ണുകാർ കടുവ ഭീതിയിലായിരുന്നു. ഈ വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവും ശബരിമലക്കാടുകളും ഒക്കെയായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ്. പക്ഷെ ഒരു കടുവ നാട്ടിലിറങ്ങിയ ശേഷം ഇത്രയധികം നാളായിട്ടും കെണിയിൽപ്പെടാതെ ആളുകളിൽ ഭീതി സൃഷ്ടിക്കുന്നത് ഇതാദ്യമാണ്. നിരവധി വളർത്തു മൃഗങ്ങളെയാണ് ഈ കടുവ പിടികൂടിയത്. ഇതോടെ രാത്രി സഞ്ചാരം ഉൾപ്പെടെ ഈ മേഖലയിൽ വനം വകുപ്പ് വിലക്കിയിരുന്നു. നാട്ടുകാർ വലിയ ഭീതിയിലുമായിരുന്നു. ആദ്യം ഒരു 2 ആഴ്ച കാലത്തോളം കടുവ ഭീതി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരാഴ്ച ഈ കടുവയുടെ സാന്നിധ്യം ഇല്ലാതായി. അപ്പോൾ വനംവകുപ്പ് ഉൾപ്പെടെ ആശ്വാസത്തിലായിരുന്നു. ഇത് വീണ്ടും കാട് കയറി എന്ന നിലയിൽ. എന്നാൽ ഇന്നലെ വീണ്ടും കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി വീണ്ടും കെണി സ്ഥാപിച്ച് കടുവ കെണിയിലാകുന്നത് കാത്തിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ കടുവ കെണിയിൽ അകപ്പെടുന്നത്. ഏതായാലും നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കെണി അവരുടെ വാഹനത്തിലേക്ക്, RRT സംഘത്തിന്റെ പ്രത്യേക വാഹനത്തിലേക്ക് കയറ്റി ഉൾവനത്തിലേക്ക് കടുവയെ എത്തിച്ച് തുറന്നുവിടാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് മാത്രമായിരിക്കും ഇത്തരത്തിൽ കടുവയെ ഉൾവനത്തിലേക്ക് തുറന്നുവിടുന്നത്. പ്രാഥമിക നിഗമനത്തിൽ കടുവയ്ക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും വടശ്ശേരിക്കരക്കാരുടെ ആഴ്ചകൾ നീണ്ടുനിന്ന വലിയൊരു ആശങ്കയ്ക്കാണ് ഇന്നലെ രാത്രിയോടെ അറുതി ഉണ്ടായത്. സൈഫു. നന്ദുഷ, അപ്പോൾ വയനാട്ടിൽ പുൽപ്പള്ളിക്കാരുടെ ആശങ്ക അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ വടശ്ശേരിക്കാരുടെ ആശങ്ക തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചിരിക്കുന്നു. കടുവ ഭീതിയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരെ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ. കടുവയുടെ ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ 3 പേർ മരിച്ചതോടെ ബന്ദിപ്പൂർ നാഗർഹോളെ വന്യജീവി സങ്കേതത്തിലെ സഫാരി താൽക്കാലികമായി നിർത്തിവെച്ചു. ആ ഭാഗത്തേക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക. ബന്ദിപ്പൂരിലും നാഗർഹോളയിലും സഫാരി താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്.